സോ ഗൈസ് നമ്മൾ കുറെ കാലമായി വീഡിയോ ഇട്ടിട്ട് എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ മൈൻക്രാഫ്റ്റ് നമ്മളെ ടിവിന്റെ അകത്ത് കളിക്കാൻ പോവാണ്. എങ്ങനെയാവും നമുക്കറിയില്ല. എന്തൊക്കെയാലും നമ്മൾ ഈ വീഡിയോന്റെ അകത്ത് എന്തൊക്കെയാലും കളിച്ചിരിക്കും. സോ ഗൈസ് എന്തെങ്കിലും നമ്മളെ ടിവിന്റെ അകത്ത് മൈൻക്രാഫ്റ്റ് കളിക്കാനുള്ള അകപ്പാടുള്ള ഒരു വഴി നമ്മളെ ഫോണുമായിട്ട് സ്ക്രീൻ മിറർ ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ വല്ല PC അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. എന്തെങ്കിലും നമുക്ക് സ്ക്രീൻ മിററിങ് ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഫോണിന്റെ സെറ്റിങ്സിൽ എങ്ങനെ സ്ക്രീൻ മിററിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് അവിടെ ഉണ്ട്. അപ്പം സ്ക്രീൻ മിററിങ് ഓൺ ആക്കുക. ആൻഡ് അപ്പം എന്നിട്ട് ടിവിൻ്റെ അകത്തും അങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സ്ക്രീൻ മിററിങ് എന്ന് പറഞ്ഞിട്ട് ഇത് അവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അപ്പം എന്തെങ്കിലും കണക്റ്റഡ് ഡിവൈസ് എന്നുള്ളടുത്ത് ഇതിൻ്റെ പേര് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. യെസ്, അപ്പം അത് കണക്റ്റ് ആവുന്നുണ്ട്. യെസ്, ഇപ്പോൾ ഇതാ ഈ ഫോണത്തെ അതേ സ്ക്രീൻ ഇപ്പം അതിൻ്റെ അകത്ത് മിറർ ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകാണ്. ഓക്കെ, ഇനി നമുക്ക് ഫോണിൻ്റെ അകത്ത് മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആക്കാം. ലെറ്റ്സ് ഗോ. കണ്ടില്ലേ, കറക്റ്റ് അതേ സ്ക്രീന് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. ഓ, സ്ക്രീൻ റെക്കോർഡ് ചെയ്തപ്പോൾ ഡിസ്കണക്ട് ആയി പോയി. അത് പറ്റൂല തോന്നുന്നു എന്തെങ്കിലും ഒന്നുകൂടി. യെസ്, അപ്പോൾ നമ്മൾ ഒന്നുകൂടി കണക്റ്റ് ആക്കിയിട്ടുണ്ട്. നേരത്തെ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കിയപ്പം ഓഫായി പോയി. എന്തുകൊണ്ടാ അറിയില്ല. എന്തെങ്കിലും നമുക്ക് കാത്തുക്കാം. ഓക്കെ, ഇനി നമുക്ക് മൈൻക്രാഫ്റ്റ് എടുക്കാം. യെസ്, അതേ സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിരുന്നു കാണാൻ പറ്റും. പ്ലേ കൊടുക്കാം. യെസ്, ഓക്കെ. അപ്പം എന്തെങ്കിലും നമ്മളത് വന്നിട്ടുണ്ട്. ഇതിപ്പം സ്ക്രീൻ മിറർ ചെയ്ത് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരി ബോർഡർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കീബോർഡ് മൗസ് ഉപയോഗിച്ച് കളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കളിക്കുന്നതെന്ന് നോക്കാം. സോ ഗൈസ്, അപ്പോൾ എന്തെങ്കിലും നമ്മൾ കീബോർഡും മൗസും ഒക്കെ നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ OTG ഇവിടുന്ന് ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ട് ടിവിയിലോട്ട് മിറർ ചെയ്താണ് നേരത്തെ ചെയ്ത അതേ പരിപാടി. ഇനി അതോ നിങ്ങൾക്ക് ഇതുപോലെ കീബോർഡും മൗസും വെച്ച് കണക്റ്റ് ആക്കി കളിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ മുകളിൽ കാണുന്ന ആ വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഇപ്പം തന്നെ ഓടിപ്പോയി കാണണ്ട. വീഡിയോന്റെ എൻഡിലും ഞാൻ പിന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ മൗസ് ഇപ്പോൾ നമ്മളിങ്ങനെ അനക്കുമ്പോൾ അവിടെ ഇങ്ങനെ അനങ്ങുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ W നോക്കിയാൽ നമ്മളെ PC-ലൊക്കെ ഉള്ള മാതിരി മുമ്പോട്ട് പോകുന്നതാണ്. ഇപ്പോൾ അവിടെ ഞാൻ W നോക്കി കൊടുത്താൽ മുമ്പോട്ടേക്ക് ഇങ്ങനെ പോകും. നമുക്ക് ഈ സുഖത്തിൽ ഇതിൻ്റെ അകത്ത് ഒരു ലാഗും ഇല്ലാണ്ട് ലേറ്റൻസി ഒന്നും ഇല്ലാണ്ട് നല്ല സുഖത്ത് കളിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കളിക്കാൻ. സോ ഗൈസ്, എന്തെങ്കിലും നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നത്. നമ്മളെ മൈൻക്രാഫ്റ്റ് മാത്രമല്ല ഈ ഒരു മെത്തേഡിൽ കളിക്കാൻ പറ്റുക. മിക്ക എല്ലാ ഗെയിമും കളിക്കാൻ പറ്റും. പിന്നെ ഫ്രീ ഫയറും PUBG-യും നമുക്ക് ഇങ്ങനെ കീബോർഡും മൗസ് ഉപയോഗിച്ച് കളിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങളെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. കുറെ ആൾക്കാർക്ക് അറിയാത്തതുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ ഇത്തിരി ദിവസമായിട്ട് തീരെ വ്യൂസ് ഒന്നും കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, ബൈ.